നമസ്കാരം, എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. ഹെഡ്ലൈറ്റ് തെളിയിച്ച് 10 മിനിറ്റിനകം ആശുപത്രിയിലെത്തിച്ചിട്ടും ബസ്സിൽ അപസ്മാരമിളകി മരണപ്പെട്ട യുവാവിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കാതിരുന്ന നടുക്കവും വേദനയും പങ്കിട്ട് KSRTC ജീവനക്കാർ. പൊന്നാനി ഡിപ്പോയിലെ കണ്ടക്ടർ പ്രദീപിനും ഡ്രൈവർ സാബുവിനും സംഭവം ഓർക്കുമ്പോൾ വാക്കുകൾ മുറിയുന്നു. പൊന്നാനി തെയ്യങ്ങാട് സ്വദേശി തെയ്യങ്ങാട്ടിൽ രാഹുൽ എന്ന 28-കാരൻ പൊന്നാനി തിരൂർ യാത്രക്കിടെ മരണപ്പെട്ടത് പ്രദീപും സാബുവും ജോലി ചെയ്യുന്ന ബസ്സിലായിരുന്നു. ബുധനാഴ്ച രാവിലെ പൊന്നാനിയിൽ നിന്ന് തിരൂരിലേക്ക് വരികയായിരുന്ന ഓർഡിനറി ബസ്സിലായിരുന്നു സംഭവം. കണ്ടക്ടർ പ്രദീപും സംഭവം വിവരിക്കുന്നത് ഇങ്ങനെ. ഞങ്ങൾ രാവിലെ ഏതാണ്ട് ഒരു 8:10 കൂടിയിട്ടാണ് ഈ സർവീസ് ആരംഭിക്കുന്നത്. ഒരു 8:30 ആയപ്പോൾ ചമ്രോട്ടം ജംഗ്ഷനിലെത്തി. അപ്പോൾ അവിടെ നിന്ന് ഏകദേശം ഒരു 10-15 യാത്രക്കാർ വണ്ടി കയറി. അങ്ങനെ കയറി വന്നു. സ്വാഭാവികമായിട്ട് നമ്മൾ ടിക്കറ്റ് കൊടുക്കാൻ മുന്നിലേക്ക് പോയി. തിരിച്ച് കണ്ടക്ടർ സീറ്റിൽ ഇയാൾ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു. ഞാൻ പിറകിലേക്ക് നോക്കുന്ന സമയത്ത് ഇയാൾ ഫിക്സ് വന്ന് ആളുകൾ കാണിക്കും പോലെ വളരെയധികം ഫിക്സ് തന്നെയാണെന്നാണ് പറയുന്നത് അപസ്മാരത്തിൻ്റെ. അപ്പോൾ നമുക്കതിനെ പറ്റി കൂടുതൽ അറിയാത്തതുകൊണ്ട് കയ്യിലുള്ള ചാവി അയാളുടെ കൈ കൊടുത്തു. കൈ കൊടുക്കുമ്പോൾ നല്ല പിടുത്തമായിരുന്നു കയ്യിന്. പിന്നെ മെല്ലെ കൈ ലൂസായി വന്നു. ഈ സമയത്ത് ബസ്സിൽ നമ്മുടെ തിരൂർ ഗവൺമെൻറ് ആസ്പത്രിയിലെ ഐ സ്പെഷ്യലിസ്റ്റായൊരു മാഡം ഉണ്ടായിരുന്നു, ഡോക്ടർ അനൂജ എന്നിട്ടാണ് പേര്. അവർ ചമ്രോട്ടം ജംഗ്ഷനിൽ നിന്നാണ് കയറാറുള്ളത്, അലങ്കാർ തിയേറ്ററിൻ്റെ അവിടെ ആ സ്ഥിരം വരാറുള്ളത്. അവർക്ക് പക്ഷേ അവർ വരികയും അവരെ സംബന്ധിച്ച് അവർക്ക് അറിയാവുന്ന പ്രാഥമിക ശുശ്രൂഷ കൊടുക്കുകയും ചെയ്തു. പക്ഷെ അവർക്ക് നിവർത്തിയില്ലല്ലോ, ഉപകരണങ്ങളൊന്നും ഇല്ലാതെ എന്താ ചെയ്യാൻ പറ്റുക. അപ്പോഴേക്കൊരു വേറെ പെൺകുട്ടിയും വന്നു. ഒരു പേരെനിക്കറിയില്ല. അവരും ഈ പറഞ്ഞ മാതിരി എന്തോ കോഴ്സ് കഴിക്കുന്ന ആളാണ്. അവരും വളരെയധികം ശ്രമിച്ചു നോക്കി. മറ്റു ചില പെൺകുട്ടികൾ സ്കൂളിലേക്കൊക്കെ പോകുന്നവർ ഇല്ല, അദ്ദേഹത്തിന് കിടത്താൻ കഴിയില്ല, നമ്മൾ ബസ് ഇതല്ലേ. അപ്പോൾ അതിനകത്ത് ആ സീറ്റിൽ ഇരുത്തിക്കൊണ്ട് തന്നെ അവർ മുഖമൊക്കെ കഴുകി കൊടുത്തു, വെള്ളം കൊടുത്തു. വെള്ളം കൊടുക്കാൻ ശ്രമം നടത്തി, പക്ഷെ വെള്ളമൊന്നും കുടിക്കാൻ പറ്റിയില്ല. അപ്പോൾ അവർ പറഞ്ഞു പൾസ് കുറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. അവിടെ നമുക്ക് മറ്റ് നിവർത്തികളില്ല. അപ്പോൾ അതുകൊണ്ട് നേരെ ഞങ്ങൾ ബസ് ഈശ്വരമംഗലം എന്നുള്ള സ്ഥലത്ത് നെരിപ്പറമ്പിൻ്റെ മുന്നേ ഉള്ള ഞങ്ങൾ നേരെ അവിടെ നിന്ന് പിന്നെ ലൈറ്റൊക്കെ ഇട്ട് വണ്ടി ഇമ്പിച്ചാവോ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. യാത്രക്കാരെ കയറ്റാതെയും ഇറക്കാതെയുമായിരുന്നു പിന്നീട് ബസ്സിന്റെ യാത്ര. പകലായതിനാൽ റോഡിൽ നല്ല തിരക്കുണ്ടായിരുന്നിട്ടും കുറഞ്ഞ സമയത്തിനകം ബസ് ആശുപത്രിയിൽ എത്തിച്ചതായി ഡ്രൈവർ സാബു പറഞ്ഞു. വിഷമാണ് സാർ. എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഒരു എങ്ങനെയും അവരുടെ ജീവൻ നിലനിർത്തണം എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു. പക്ഷെ കഴിഞ്ഞില്ല. ആ ഒരു വിഷമമുണ്ട്. ഇല്ല, ഒന്നും ഇല്ല. ഒന്നും ചെയ്തില്ല. ബസ്സിലുണ്ടായിരുന്ന ഇമ്പിച്ചിബാവ സഹകരണ ആശുപത്രിയിലെ ജീവനക്കാർ രോഗിയുമായി ബസ് വരുന്ന വിവരം ഫോണിൽ അറിയിച്ചിരുന്നു. അതനുസരിച്ച് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ ഡോക്ടർമാർ സജ്ജരായി നിന്നിരുന്നു. എന്നിട്ടും രാഹുലിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരുടെ സഹായവും പരിചരണവും എടുത്തു പറയേണ്ടതായിരുന്നുവെന്ന് പ്രദീപ് പറയുന്നു. ഇറങ്ങാൻ താല്പര്യമുള്ള യാത്രക്കാർക്ക് അവിടെ ഇറങ്ങേണ്ട, നമുക്ക് അവിടെ പോയിട്ട് ഇറങ്ങാമെന്ന് പറയാം. അതൊക്കെ അവർ അനുസരിക്കുകയും ചെയ്തു. എല്ലാ ആളുകളുടെ ഭാഗത്തും നല്ല സഹകരണം ഉണ്ടായത്. പ്രത്യേകിച്ച് കുട്ടികൾ, സ്കൂൾ വിദ്യാർത്ഥികൾ, നമുക്ക് എടുത്തു പറയേണ്ടതാണ്. അവർ വന്ന് വെള്ളം കൊണ്ട് മുഖം കഴുകുക, ചെറുതായി വൊമിറ്റ് ചെയ്തു, ഛർദ്ദിക്കണ്ടായി. അതൊക്കെ അയാളെ മുഖം തുടച്ചു കൊടുക്കാനൊക്കെ തയ്യാറായി. അവർ കരയുന്നുണ്ടായിരുന്നു. വർഷങ്ങളായി അപസ്മാര രോഗിയായ രാഹുൽ മലപ്പുറത്തെ ഒരു സ്ഥാപനത്തിലേക്ക് ഇന്റർവ്യൂവിന് പോകുകയായിരുന്നു. ആ യാത്രയിലാണ് അപസ്മാര രൂപത്തിൽ മരണം തട്ടിയെടുത്തത്. രാഹുലിന്റെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോണിൽ നിന്ന് ലഭിച്ച ബന്ധുവിന്റെ നമ്പറിൽ വിളിച്ചാണ് ആളെ തിരിച്ചറിഞ്ഞത്. ബന്ധുക്കൾ 10-15 മിനിറ്റ് അവരെത്താവുന്നതിന് വേഗത്തിലെത്തി. അവരെ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ ബന്ധുക്കളെക്കാൾ കൂടുതൽ ആദ്യം സുഹൃത്തുക്കളാണ് തോന്നുന്നു വന്നത്. പിന്നെയാണ് അച്ഛനും അനിയനൊക്കെ വന്നത്. ജ്യേഷ്ഠൻ അല്ല, മൊബൈൽ ഫോണിൽ നിന്നാണ്. വേറെ തിരിച്ചറിയാനുള്ള ഐഡന്റിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. മൊബൈൽ ഫോണിൽ നിന്നാണ് കിട്ടിയത്. ആ ഒരു നമ്പറിലേക്ക് വിളിച്ചപ്പോൾ അയാൾ ബന്ധുവാണ് എടുത്തത്. ഒരു സ്ത്രീ ആണ്, അത് ചേച്ചിയോ അല്ലെങ്കിൽ ബന്ധു ആരെങ്കിലും ആയിരിക്കാം. പെട്ടെന്ന് അയാൾ ആ ഒരു ഇത് കണ്ടപ്പോൾ
എന്താ പറയുക, ആദ്യം നമുക്ക് ഇതൊക്കെ തോന്നിയെങ്കിലും പിന്നീട് നമുക്ക് വല്ലാത്തൊരു വിഷമം ഫീലിങ്സ് ഉണ്ടാവുന്ന മാതിരി തന്നെയാണ്. ഇല്ല, ആശുപത്രിയിൽ നിന്ന് പിന്നെ പോലീസുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു ഇതിൽ വേറെ ഇതൊന്നുമില്ല, അപ്പോൾ നിങ്ങൾ സർവീസ് തുടർന്നോളൂ, ആവശ്യം വിളിപ്പിക്കുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. അവർ അത് പോലീസിനെ അറിയിച്ചു. അവിടെ നിന്ന് അവരും പോലീസിനെ അറിയിച്ചു. അതിനെ തുടർന്ന് പിന്നെ സർവീസായിട്ട് ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നു. രാവിലത്തെ ട്രിപ്പിൽ വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരുമാണ് അധികവും ഉണ്ടാകാറുള്ളത്. അവരെല്ലാം രാഹുലിന്റെ ജീവൻ രക്ഷിക്കാനായി തങ്ങളുടെ തിരക്ക് മറന്നു. ഇടക്ക് യാത്രക്കാരെ ഇറക്കാൻ ശ്രമിച്ചെങ്കിലും ആശുപത്രിയിൽ എത്തിച്ച ശേഷം മതി തങ്ങളുടെ തുടർ യാത്ര എന്ന നിലപാടിലായിരുന്നു അവർ. അതിനാൽ ഒരു നിമിഷം പോലും പാഴാക്കാതെയാണ് പ്രദീപും സാബുവും രാഹുലിനെ ആശുപത്രിയിൽ എത്തിച്ചത്. എന്നിട്ടും രാഹുലിനെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാനായില്ല എന്നത് മനസ്സിൽ നീറ്റലായി തുടരുന്നു. എഡിറ്റർ ലൈവ്, തിരൂർ. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.